കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള ലോ കോളേജുകളിൽ മൂല്യനിർണ്ണയത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ പ്രതിഷേധവുമായ വിദ്യാർത്ഥി സംഘടനകൾ. സർവകലാശാലയിൽ CJP സമരത്തിന്റെ മാതൃകയിൽ പ്രതിഷേധം. SFIയും യുവമോർച്ചയും നടത്തിയ പ്രതിഷേധങ്ങളിൽ സംഘർഷം. കേരള യൂണിവേഴ്സിറ്റി 2024 സെപ്റ്റംബർ മാസത്തിൽ നടത്തിയ BA LLB ആദ്യ സെമസ്റ്റർ പരീക്ഷയ്ക്കെതിരെയാണ് വ്യാപക പരാതി ആദ്യഘട്ടം മുതലേ ഉയർന്നത്. ആദ്യ ഫലം പുറത്തുവന്നപ്പോൾ തോറ്റുപോയത് 49 വിദ്യാർത്ഥികളാണ്. എന്നാൽ പുനർമൂല്യനിർണ്ണയത്തിൽ ഇവരെല്ലാം വിജയിച്ചു. 63 വിദ്യാർത്ഥികൾക്കോളം 10 മാർക്കിന് മേലെയാണ് പുനർമൂല്യനിർണ്ണയത്തിൽ മാർക്ക് ഉയർന്നത്. പുനർമൂല്യനിർണ്ണയം നിർത്തലാക്കാനുള്ള സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒരു കൂട്ടം നിയമ വിദ്യാർത്ഥികളെയാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. പെൺകുട്ടികളടക്കമുണ്ട്. പെൺകുട്ടികളെ സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും വനിതാ പോലീസുകളില്ല. പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പുരുഷ പോലീസുകാരാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? എന്നാൽ സമാധാനപരമായി രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ച വനിതാ വിദ്യാർത്ഥികളെ അടക്കം പോലീസ് മുടിക്ക് കുത്തിപ്പിടിച്ച് ബലപ്രയോഗത്തിലൂടെ നീക്കി. അക്രമസക്തമായിട്ട് ഒരു കാര്യം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഈ കുട്ടി ഉൾപ്പെടെയുള്ള വയ്യായ്മയുള്ള കുട്ടികളെയാണ് അവർ വലിച്ചഴച്ചത്. അവിടിട്ട് കോളറിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടിട്ട് വലിച്ചത്. വിദ്യാർത്ഥികളോടുള്ള പോലീസ് തേർവാഴ്ചക്കെതിരെയാണ് SFI പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എല്ലാ സെമസ്റ്റർ പരീക്ഷാ മൂല്യനിർണ്ണയത്തിലും പാളിച്ചകളുണ്ടെന്നും PG പരീക്ഷയ്ക്ക് സമാനമായി ഇരട്ട മൂല്യനിർണ്ണയം ആവശ്യമാണെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.